ഹലോ ഫ്രണ്ട്സ്, നോയമ്പിന്ന് 23. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം. ഇപ്പോൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിന്, എരിവ് എന്തോരം വേണം അത്രയും. ഇനി ഇത് രണ്ടും കുക്കറിനകത്ത് വെച്ച് എത്ര വിസിലടിക്കേണ്ടി വരും? ഒരു 6-7 വിസിലടിപ്പിക്കുക. വേവിച്ചെടുക്കുക അടിപൊളിയായിട്ട്. കണ്ട എന്ത് സ്നേഹമുള്ള ഭാര്യ. ഇതാണ് നാണം കിടത്തല്ലേ എന്ന്. കണ്ട സ്വന്തം ഭർത്താവിൻ്റെ എല്ലോട്ട് തേങ്ങ എടുത്തുന്നിട്ട് ചിരവി കൊടുക്കുക. വീട്ടു ജോലി ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര സ്നേഹം എന്നോട്. ഇക്കാന്ന് തീർത്ത് വിളിക്കത്തില്ല, ഇക്കൂന്നാ വിളിക്കാറ്. എന്തിനാ? തുണി കഴുകാനും പാത്രം കഴുകാനും പെര തൂക്കാനും ഈ തേങ്ങ ചിരവി കൊടുക്കാനും. അങ്ങനെ ആ ദൗത്യം നമ്മൾ പൂർത്തിയാക്കി. നമ്മൾ തന്നെ ജയിച്ചു. ഇനി അടുത്തെന്തെങ്കിലും പണി വരുന്നുണ്ടോ നോക്കാം. സ്റ്റൂവിന് വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കാൻ പോകും. ആയപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 വിസിലും കൂടെ അടിക്കണം. അപ്പോൾ നല്ലപോലെ വേവ്. അപ്പോൾ അത് കുക്കറിൽ നിന്ന് നമ്മൾ ചെറിയ ചട്ടിയിലേക്ക് തട്ടി. അപ്പോൾ അതിൽ നിന്ന് അരിച്ചെടുത്ത വെള്ളം ആട്ടെ. ആ വെള്ളം വേണ്ടി വരുമോ? ചിലപ്പോൾ. നല്ല ആവി വരുന്നുണ്ട്. ഇപ്പോൾ ബീഫ് സ്റ്റൂവിന് വേണ്ടിയാണ് ഈ മസാലക്കൂട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പച്ചമുളക്, സവാള അരിഞ്ഞു വെച്ചേക്കുന്നത്, ഇത് നമ്മുടെ കശുവണ്ടി അരച്ച് വെച്ചേക്കുന്നത്, ഇത് തേങ്ങാപ്പാൽ, ഇത് രണ്ടും തേങ്ങാപ്പാൽ. കുക്കർ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് മസാലക്കൂട്ട് ഇട്ട് ഇടങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇട്. ഈ കാട്ടുന്നു. അതിന് തൊട്ട് പുറകെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്. ഇളക്ക്, നല്ലപോലെ ഇളക്ക്. സവാള, അങ്ങനെ അത് കൊള്ളാം. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ബീഫും ക്യാരറ്റും കിഴങ്ങും കൂടെ വേവിച്ച് വെച്ച് തട്ടി കുഴച്ച് മറിച്ച് അതിലേക്ക് 2ാം പാല് നല്ലപോലെ ഇളക്കി. ഇനി ഇതിനകത്തിരുന്നൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർക്കും. അപ്പോൾ നമ്മളെ മൺചട്ടിയിലോട്ട് മാറ്റി കേട്ടോ. ഇനി അതിനകത്തോട്ട് അരച്ച് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുന്നത് ചേർക്കണം. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് മിക്സാക്കി ഞാൻ അതിനകത്ത് 1ാം പാല്. അല്ല, കളറ് കണ്ടൊരു അടിപൊളി ഒരു കളറ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ളത് മല്ലിയിലയും പുതിനയും മാത്രം. അതും കൂടെ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശമായി. അപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ നല്ലപോലെ തിളച്ചതിന് ശേഷം ബാക്കി. അടച്ചു വെച്ചൊന്ന് ഒന്നുകൂടെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക.